എല്ലാവർക്കും സുഖമല്ലേ? എത്ര നാളായി നിങ്ങളെയൊക്കെ കണ്ടിട്ട്? ലോക്ക്ഡൗണൊക്കെ എങ്ങനെ പോയി? ടെലിഗ്രാമിലൂടെയും വാട്സപ്പിലൂടെയൊക്കെ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഞാൻ അറിയുന്നുണ്ട്. നിങ്ങളുടെ ക്ലാസ് ലീഡേഴ്സുമായിട്ടൊക്കെ സംസാരിക്കുന്നുണ്ട്. ഈ വർഷം ഈ സെമ്മ് നമ്മുടെ ക്ലാസ് തുടങ്ങാൻ ഇങ്ങനെയായിരിക്കും ഒരു വിധി. അപ്പോൾ അതുകൊണ്ട് പിന്നെ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, നമുക്കങ്ങനെ ഒരു സാഹചര്യം വന്നില്ല. ഞാൻ ട്യൂട്ടർ എന്നുള്ള നിലയിൽ നിങ്ങൾക്ക് എല്ലാ സെമ്മിലും നിങ്ങളുടെ കൂടെ വരണമെന്നുള്ളതുകൊണ്ട് ഈ 5th സെമ്മിലെത്തുമ്പോൾ നമ്മുടെ വർക്ക് ലോഡ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് 2 മോഡ്യൂളേ എനിക്ക് പഠിപ്പിക്കാൻ വരാറുള്ളൂ. അതിൽ 2 ഒന്നാണ് നമുക്ക് ഇന്ന് തുടങ്ങേണ്ടത്. ഇന്നുകൊണ്ടത് തീരില്ല. 2 മോഡ്യൂൾസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റ് നിങ്ങൾക്ക് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് അത് തന്നിരുന്നു. പോർഷൻസ് അലോട്ടഡ് ടു ഈച്ച് ആൻഡ് എവറി ടീച്ചർ എന്നുള്ളതെല്ലാം നിങ്ങൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് 5th സെമ്മിൽ ഇക്കോളജിയിൽ ബയോഡൈവേഴ്സിറ്റി ആൻഡ് ഇറ്റ്സ് കൺസർവേഷനും ഫൈറ്റോ ജിയോഗ്രഫിയും മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് എടുക്കേണ്ടത്. അപ്പോൾ അത് വളരെ കുറച്ച് പോർഷൻസാണ് ഉള്ളത്. വേറെ സബ്ജക്റ്റാണ് എനിക്ക് കൂടുതൽ വരുന്നത്. പിന്നെ 6th സെം എത്തുമ്പോഴത്തേക്കും കൂടുതൽ പോർഷൻ എനിക്ക് ഉണ്ടാവും. അതായത് ഒരു ഫുൾ പേപ്പർ തന്നെ എനിക്ക് പഠിപ്പിക്കാനുണ്ട്. പിന്നെ വേറൊരു പേപ്പറിൻ്റെ ഒരു പകുതി പോർഷനും കൂടി വരുന്നുണ്ട്. ഓക്കെ, അപ്പം 5th സെമ്മിൽ എൻ്റെ ക്ലാസ്സിലേക്ക് നിങ്ങളെല്ലാവരും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ ദ 5th സെം. സിലബസ് കംപ്ലീഷൻ ആൻഡ് പ്രാക്ടിക്കൽ എക്സാംസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്കാണ് ഞാൻ ഓൾ ദ ബെസ്റ്റ് പറയുന്നത്. എല്ലാ എൻ്റെ മക്കളെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് പഠിച്ചു തുടങ്ങാം. ടുഡേ we will study the first portions from the biodiversity and its conservation. നിങ്ങൾ കാണുന്നുണ്ടാവും ബയോഡൈവേഴ്സിറ്റി ആൻഡ് ഇറ്റ്സ് കൺസർവേഷൻ. അതിൻ്റെ ഒരു പ്രത്യേകത, ഇത് നിങ്ങൾ ആദ്യമായിട്ട് പഠിക്കുന്നതല്ല. കാരണം നിങ്ങൾ ഫൗണ്ടേഷൻ കോഴ്സായിട്ട് ഇംഗ്ലീഷിൽ നമ്മളിത് പഠിച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് ഗ്രീനിങ് ദ എർത്ത് അല്ലേ? ഗ്രീനിങ് ദ എർത്ത് എന്ന് പറഞ്ഞ പോർഷൻസിൽ നിങ്ങൾ ആൾറെഡി പഠിച്ചിട്ടുണ്ട്. +2 സ്കൂൾ അതിലെല്ലാം നിങ്ങൾ ഇതെല്ലാം പഠിച്ചതാണ്. പക്ഷേ 5th സെമ്മിൽ അത് കുറച്ചുകൂടി എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ബയോഡൈവേഴ്സിറ്റി ആൻഡ് ഇറ്റ്സ് കൺസർവേഷൻ. ഓക്കെ, 2nd സെമ്മിൽ നമ്മൾ റൂട്ട് വേർഡ്സിനെ പറ്റി പഠിച്ചിട്ടുണ്ട്. ഞാൻ തന്നെയാണ് നിങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത്. ദാറ്റ് ഈസ് any complicated technical terms or biological terms or microbiological terms, we can divide that term into 2 parts. Here also we can divide the term biodiversity into 2, that is bio and diversity. Bio നമുക്ക് എല്ലാവർക്കും അറിയാം, bio means its life. Diversity means its varieties. വെറൈറ്റി എന്താണെന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് നമുക്കറിയുന്നതാണ്, ബോട്ടണിക്കാരാണ്. അപ്പോൾ അതിനാണ് അങ്ങനെ ഒരു ഇതിൽ നിന്നാണ് ഈ ബയോഡൈവേഴ്സിറ്റി എന്ന ടേം വരുന്നത്. ബയോഡൈവേഴ്സിറ്റി മീൻസ് വി ക്യാൻ സീ ദ മെയിൻ റൂട്ട് വേർഡ് ഈസ് ബയോ. ബയോ മീൻസ് ലൈഫ് ആൻഡ് ദ ആക്സസറി ടേം ഈസ് ഡൈവേഴ്സിറ്റി, ദാറ്റ് മീൻസ് വെറൈറ്റി. ആ വെറൈറ്റി എന്ന് പറയുന്നത് ഏതൊക്കെ ലെവലിലെന്നുള്ളതാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത്. ഓക്കെ, so first we can discuss about the definition for this biodiversity. Okay, biodiversity or biological diversity is that part of nature which includes the differences in genes among the individuals of the species and the variety and richness of all the plant and animal species at different scales, that is in space, locality, in a region, in the country and the world, and various types of ecosystems, both terrestrial and aquatic, within a defined area. അപ്പോൾ അതിൽ നിന്ന് എന്താ മനസ്സിലാക്കുന്നത്? ഇതിൽ ഓരോ ടേമും ഇമ്പോർട്ടൻ്റ് ആണ്. ദാറ്റ് ഇസ് ഇതിനെ നമുക്ക് എങ്ങനെയൊക്കെ പറയാം? ബയോഡൈവേഴ്സിറ്റി ഇറ്റ് ഈസ് അതർവൈസ് കോൾഡ് ആസ് ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി. അത് എന്തിനെയാണ് ഉദ്ദേശിക്കുന്നത്? ദാറ്റ് ഈസ് ദ എർത്ത് ഓർ ദ ബയോസ്ഫിയർ ഓർ ദ നേച്ചർ. അതിൽ എവിടെയൊക്കെ നമുക്ക് വി ക്യാൻ സീ ദ ഡിഫറൻസസ്. ഫസ്റ്റ് വി ക്യാൻ സീ ദ ഡിഫറൻസസ് ഇൻ ജനറ്റിക് ലെവൽ. സോ ദാറ്റ് ഈസ് ഡിഫറൻസസ് ഇൻ ജീൻസ്. ഏതിൻ്റെ ജീൻസാണ്? എമംഗ് ദ ഇൻഡിവിജ്വൽസ് വിച്ച് ആർ ലിവിങ് ഇൻ ദ ബയോസ്ഫിയർ ഓർ ദ നേച്ചർ. മനസ്സിലാവുന്നുണ്ടോ? ആ ഇൻഡിവിജ്വൽസ് എന്ന് ഉദ്ദേശിക്കുന്നതിൽ നമുക്ക് ബയോളജിക്കൽ ടേംസ് ഉപയോഗിച്ച് പറയുകയാണെങ്കിൽ ദാറ്റ് ഈസ് സ്പീഷ്യസ്.
and the variety and the richness of all the plant and animal species, including എടുത്തു പറഞ്ഞിട്ടില്ല മൈക്രോഫ്ലോറ മൈക്രോഫോണ ഇതിലെല്ലാം വരുന്നുണ്ട്. എവിടെയൊക്കെയാണ് ആ ബയോഡൈവേഴ്സിറ്റി ഉള്ള ഇൻഡിവിജ്വൽസ് ജീവിക്കുന്നത്? ആൻഡ് ഇറ്റ് ഈസ് ലിവിങ് ഇൻ ഡിഫറെൻറ്റ് സ്കെയിൽസ് ഇൻ സ്പേസ് വെച്ചിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് ലിവിങ് ഇൻ സം സ്മോൾ ലൊക്കാലിറ്റീസ് or in a region or in a country and the world, and various types of അത് എന്ത് രൂപത്തിൽ ആണ് നമുക്കത് കിട്ടുന്നത്? ഇൻ ദ ഫോം ഓഫ് ഇക്കോസിസ്റ്റം. ഇക്കോസിസ്റ്റം ഫസ്റ്റ് ചാപ്റ്ററിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളതാണ്. +2 പഠിച്ചതുകൊണ്ട് ഇക്കോസിസ്റ്റം നമുക്കറിയാം. ഇക്കോസിസ്റ്റം ഇൻക്ലൂഡ്സ് ബോത്ത് ബയോട്ടിക് ആൻഡ് എബയോട്ടിക് ഫാക്ടേഴ്സ്. അതെല്ലാം ഹാർമോണിയസ്ലി ഇറ്റ് ഇസ് ലിവിങ് or co-exist among themselves. എവിടെയൊക്കെ കാണുന്നു? ഇറ്റ് ഈസ് ലിവിങ് ഇൻ ബോത്ത് ടെറസ്ട്രിയൽ ആൻഡ് അക്വാട്ടിക് വിത്തിൻ എ ഡിഫൈൻഡ് ഏരിയ. ഒരു ഡിഫൈൻഡ് ഏരിയയിൽ തന്നെ ഇങ്ങനെ ഹാർമോണിയസ് ആയിട്ട് ജീവിക്കുന്ന ഈ ഡിഫറെൻറ്റ് ഓർഗാനിസം, ദാറ്റ് ഈസ് ഇൻ ദാറ്റ് ഡിഫറൻസസിനെ പറ്റിയൊക്കെ നമ്മൾ ഇനി കൂടുതൽ പഠിക്കും. അതാണ് എന്ത് പറയുന്നത്? ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി, ഓർ ഇറ്റ് ഈസ് കോൾഡ് ആസ് ബയോഡൈവേഴ്സിറ്റി. Okay, so the word biodiversity, that is, it is originated from the Greek word bios. Bios means life. Okay, and the Latin word diversitas, that means variety or difference. Okay, അപ്പോൾ അതാണ് വേർഡ് മീനിങ് ഓഫ് ബയോഡൈവേഴ്സിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത്രയും മനസ്സിലായിട്ടുണ്ടോ? ക്ലിയർ? So next we can see a simple definition here. That is, biodiversity is the immense heterogeneity or variability in form, size, structure and functions, mode of life and behavior among the biological species of an area, country, continent or the whole biosphere. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെ കുറച്ചുകൂടെ സിംപ്ലിഫൈ ചെയ്ത് പറഞ്ഞിരിക്കുകയാണ്. എന്താണ് ഇത്? നിങ്ങൾക്ക് കുറച്ചുകൂടെ എളുപ്പമാണ്. ഇത് നിങ്ങളുടെ ബുക്കിലുള്ള ഡെഫിനിഷനാണ്. നോർമലി ദിസ് ഡെഫിനിഷൻ ബയോളജി പീപ്പിൾ ഇസ് യൂസിങ് കണ്ടിന്യൂസ്ലി ടു ഡിസ്ക്രൈബ് ദ ബയോഡൈവേഴ്സിറ്റി. എന്താണ്? ബയോഡൈവേഴ്സിറ്റി ഇസ് ദ ഇമ്മൻസ് ഹെട്രോജീനിക് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാമല്ലോ. ഡിഫറെൻ്റ് ആയിട്ട് വരുന്ന എന്ത് തരത്തിലുള്ള ഡിഫറൻസിനെയും we can say as heterogeneity or variability. So heterogeneity leads to variability in form, size, structure and function, mode of life and behavior. ആണല്ലോ. ഇപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ വി ആർ ടേക്കിംഗ് ഹോമോസാപ്പിയൻസ്. നമ്മുടെ ക്രോമസോം നമ്പർ ഇസ് വെരി സിമിലർ, സെയിം, ദാറ്റ് ഈസ് എന്താണ് that is 23 pairs of chromosome, but നമ്മളെല്ലാവരും ഒരുപോലെയാണ് ഇരിക്കുന്നത്. because even though we are the same genus and two sexes are there, female and male, but we are with so many similar characteristics. For example, position of the eye, nose, ear and lips and internal organs all are same, but we can distinguish each person from different persons. അപ്പോൾ അതെന്തുവാണ്? ഇത്രയൊക്കെ കോമ്പിനേഷൻസ് സെയിം ആണെങ്കിൽ പോലും വി ക്യാൻ സീ ദറ്റ് ഹെട്രോജീനിറ്റി, സോ വി ആർ ഏബിൾ ടു ഐഡൻറ്റിഫൈ ഈച്ച് അതർ. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അത് ഒരു പിന്നെന്താണ്, ഒരു വൈറസിൻ്റെ കാര്യത്തിൽ, ഒരു ബാക്ടീരിയയുടെ കാര്യത്തിൽ, പിന്നെ ഓർഗാനിസത്തിൻ്റെ കാര്യത്തിൽ, എല്ലാത്തിലും വി ക്യാൻ സീ ദിസ് ഹെട്രോജീനിറ്റി ഓർ വേരിയബിലിറ്റി. സോ ദാറ്റ് ലീഡ്സ് ടു ദ ബയോഡൈവേഴ്സിറ്റി. ക്ലിയർ ആണോ? അപ്പോൾ ഇത് പറ്റുന്നത് നിങ്ങൾ പഠിച്ചു വെക്കുക. ഇത് കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. ഓക്കെ, സോ നെക്സ്റ്റ്, വൈ ദിസ് ബയോഡൈവേഴ്സിറ്റി സോ ഇമ്പോർട്ടൻറ്റ്? ആർക്കെങ്കിലും മനസ്സിലേക്ക് വരുന്നുണ്ടോ? ഇപ്പോൾ ആർക്കെങ്കിലും പറയാമോ എന്ന് എനിക്ക് ചോദിക്കാൻ പറ്റത്തില്ല. വൈ ബയോഡൈവേഴ്സിറ്റി ഈസ് മോർ ഇമ്പോർട്ടൻറ്റ്? ദാറ്റ് ഈസ് എവറിത്തിങ് ദാറ്റ് ലിവ്സ് ഇൻ ആൻ ഇക്കോസിസ്റ്റം ഈസ് പാർട്ട് ഓഫ് ദ വെബ്. ഫുഡ് വെബിൻ്റെ പാർട്ടാണ്. ഇതിൽ പ്രൊഡ്യൂസേഴ്സ് ആർ ഇമ്പോർട്ടൻറ്റ്, consumers are important, then decomposers are important, and that is called as എന്താണ് chain, that is food chain. സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ. that is called as food chain. ആ ഫുഡ് ചെയിനിൽ തന്നെ സംടൈംസ് വി ക്യാൻ സീ ദ ഇൻ്റർമിംഗ്ലിങ്, അല്ലേ? ഒരു പ്രേ തന്നെ 3-4 എന്താണ് പ്രിഡേറ്റേഴ്സ് ഉപയോഗിക്കുന്നുണ്ടാവും. സോ ഇറ്റ് ലീഡ്സ് ദറ്റ് ചെയിൻ ലീഡ്സ് ടു എ വെബ് ഫോം. ഓക്കെ, അപ്പോൾ ഇതിൽ എന്തുകൊണ്ടാണ് ഇമ്പോർട്ടൻ്റ് എന്നുള്ളതാണ് നമ്മളിപ്പോൾ ഇവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ദാറ്റ് ഈസ് എവറിത്തിങ് ദാറ്റ് ലിവ്സ് ഇൻ ഇക്കോസിസ്റ്റം ഇസ് പാർട്ട് ഓഫ് ദിസ് ഫുഡ് വെബ് ഓഫ് ലൈഫ്.
ഇൻക്ലൂഡിങ് ഹ്യൂമൻസ്. നമ്മളും അതിൻ്റെ ഒരു പാർട്ടാണ്. ഞാൻ എപ്പോഴും നിങ്ങളുടെ ക്ലാസ്സിൽ പറയുന്നുണ്ട്, മദർ നേച്ചർ മനുഷ്യനെ സൃഷ്ടിച്ചതാണ് ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് പറയുന്നുണ്ട്. എങ്കിലും ആൻഡ് ദിസ് ഇക്കോസിസ്റ്റം, വി ആർ ഓൾസോ പാർട്ട് ഓഫ് ദിസ് ഇക്കോസിസ്റ്റം. ഓക്കെ, അപ്പോൾ ഈച്ച് സ്പീഷീസ് ഓഫ് വെജിറ്റേഷൻ ആൻഡ് ഈച്ച് ക്രീച്ചർ ഹാസ് എ പ്ലേസ് ഓൺ ദ എർത്ത്. അതാണ് പറയുന്നത്. നമ്മൾ ബോട്ടണിക്കാർ ഇത് പഠിക്കാൻ വേണ്ടി പൂക്കളെ നശിപ്പിക്കുന്നു, പൂക്കളെ കയറി നോക്കുന്നു. സുവോളജിക്കാർ ആനിമൽസ് നശിപ്പിക്കുന്നു. അതൊക്കെ നമുക്കുണ്ടോ? ദാറ്റ് ഈസ് പാർട്ട് ഓഫ് ദ എത്തിക്സ്, ഇല്ലേ? അപ്പോൾ അങ്ങനെയൊക്കെ ആണെങ്കിലും ഈച്ച് സ്പീഷീസ്, വെദർ ഇറ്റ് ഈസ് harming anybody or helping anybody, it is with that creature has a place on this earth. മനസ്സിലാകുന്നുണ്ടോ? ആൻഡ് പ്ലേസ് എ വൈറ്റൽ റോൾ ഇൻ ദ സർക്കിൾ ഓഫ് ലൈഫ്. അപ്പോൾ എല്ലാ ജീവികളും ഭൂമിയിൽ അവർക്ക് ജീവിക്കാനുള്ള അവകാശം അവർക്കുണ്ട്. അവർ ആ ഭൂമിയിൽ ജീവിക്കുന്നതിന് ഈ സർക്കിൾ ഓഫ് ലൈഫ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടേതായ പാർട്ട് ചെയ്യുന്നുണ്ട്. Okay, plant, animal and insect species interact and depend upon one another for what each offers, such as food, shelter, oxygen and soil enrichment. Okay, അപ്പോൾ അതുകൊണ്ടാണ് ഈ ബയോഡൈവേഴ്സിറ്റി ഒന്നിനെ പോലും നമുക്ക് നശിപ്പിക്കാൻ പറ്റില്ല. ബിക്കോസ് ദ മദർ നേച്ചർ ക്രിയേറ്റഡ് വിത്ത് ടു കംപ്ലീറ്റ് ദ ഫുഡ് ചെയിൻ ഓർ ഫുഡ് വെബ് or to complete the circle of life. അപ്പോൾ അതുകൊണ്ട് biodiversity is very important. Then maintaining a wide diversity of species in each ecosystem is necessary to preserve the web of life. അപ്പോൾ അടുത്ത ഇമ്പോർട്ടൻ്റ് ഒരു കാര്യം അതാണ്. ദാറ്റ് ഈസ് സപ്പോസ് വി ആർ ടേക്കിംഗ് എ പോണ്ട് ഇക്കോസിസ്റ്റം. അപ്പോൾ അതിൽ പ്രിഡേറ്റേഴ്സായിട്ടുള്ള ഫിഷ് കുറഞ്ഞു പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അതിൻ്റെ മുകളിൽ ജീവിക്കുന്ന സ്മോൾ ഇൻസെക്ട്സും സ്മോൾ ഫിഷസിൻ്റെ എണ്ണം അങ്ങ് കൂടും. ആൻഡ് ദാറ്റ് മീൻ ലീഡ്സ് ടു യൂട്രോഫിക്കേഷൻ. എന്താണ്, ഓക്സിജൻ ഡെഫിസിറ്റ് ആവാൻ തുടങ്ങും. സോ അതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ദ പോണ്ട് മസ്റ്റ് വിത്ത് സം പ്രിഡേറ്റേഴ്സ്. ഓക്കെ, ഇനി പ്രിഡേറ്റേഴ്സ് മാത്രമായി പോയി കഴിഞ്ഞാൽ അതിന് താഴേക്കുള്ള ലോവർ ലെവൽസ് ഓഫ് ഓർഗാനിസം ഇല്ലെങ്കിൽ ഹൗ ദേ ക്യാൻ ലിവ്? സോ അതാണ് പറയുന്നത്, മെയിൻറ്റെയിനിങ് എ വൈഡ് ഡൈവേഴ്സിറ്റി ഓഫ് സ്പീഷീസ് ഇൻ ഈച്ച് ഇക്കോസിസ്റ്റം ഇസ് നെസസറി ടു പ്രിസർവ് ദ വെബ് ഓഫ് ലൈഫ് ദാറ്റ് സസ്റ്റെയിൻസ് ഓൾ ലിവിങ് തിങ്സ്. എന്താണ് ഇത് പറഞ്ഞത് ആരാണെന്നറിയാമോ? ദാറ്റ് ഈസ് ഹൂ ഈസ് ദ ഫാദർ ഓഫ് ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുന്ന എഡ്വേർഡ് ഒ വിൽസൺ ആണ്. അദ്ദേഹത്തിൻ്റെ സെൻറ്റൻസ് ആണിത്. മെയിൻറ്റെയിനിങ് എ വൈഡ് ഡൈവേഴ്സിറ്റി ഓഫ് സ്പീഷീസ് ഇൻ ഈച്ച് ഇക്കോസിസ്റ്റം ഇസ് നെസസറി ടു പ്രിസർവ് ദ വെബ് ഓഫ് ലൈഫ് ദാറ്റ് സസ്റ്റെയിൻസ്, നിലനിർത്തുകയാണ്, ഓൾ ലിവിങ് തിങ്സ്. ഇത്രയും ക്ലിയർ ആണോ? ദാറ്റ് ഈസ് ഫസ്റ്റ് വിൽ ഡിസ്കസ്ഡ് അബൌട്ട് ദ ഡെഫിനിഷൻ. രണ്ട് തരം ഡെഫിനിഷൻ കണ്ടു. വൺ ഈസ് മോർ ബയോളജിക്കൽ, വൺ ഈസ് മോർ ലിറ്ററൽ. Then next point we are discussing here is why is biodiversity is important. Clear ആണോ? ഇത്രയും കാര്യം ക്ലിയർ ആണോ? നെക്സ്റ്റ് we will discuss about this എന്താണ് കമ്പോണൻസ് ഓഫ് ഡൈവേഴ്സിറ്റി. ഇവിടെ മുതൽ നിങ്ങൾ നന്നായി ശ്രദ്ധിക്കുക. ഇതൊരു 4 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. റൈറ്റ് എ ബ്രീഫ് അക്കൗണ്ട് ഓൺ components of biodiversity. There are, if suppose we are searching for the answer for this component of biodiversity, you can get so many varieties of informations in web. നമ്മൾ ഇൻ്റർനെറ്റ് സെർച്ച് ചെയ്ത് നോക്കിയാൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കിട്ടും. For our convenience, biology people is using this type of classification. Here, the components of biodiversity can be broadly divided into genetic diversity, species diversity and community diversity, ecosystem diversity and landscape diversity. ചിലതിൽ നോക്കിക്കഴിഞ്ഞാൽ we can get the 4 types only without this landscape diversity. അപ്പോൾ അതിനും ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ ഈ ജീനറ്റിക് ഡൈവേഴ്സിറ്റി, സ്പീഷീസ് ഡൈവേഴ്സിറ്റി ഏകദേശം ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. എങ്കിലും അപ്പോൾ what are the components of biodiversity? Genetic, species, community, ecosystem and landscape diversity. Okay, അപ്പോൾ here we can see, first we can discuss this genetic diversity. So genetic diversity is the diversity or variation of genes within and between the species. അപ്പോൾ ജനറ്റിക് ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത് നിങ്ങളിപ്പോൾ സ്പീഷീസ്, ജീനസ് അങ്ങനെയൊന്നും കൺഫ്യൂഷൻ ആവണ്ട. നമ്മുടെ പിന്നെ എന്താണ് ജനറ്റിക്സിൽ നിങ്ങൾ പഠിച്ചു തുടങ്ങിയിട്ടുണ്ടാവും.
ദാറ്റ് ഈസ് ദ കൺട്രോളിങ് യൂണിറ്റ് ഓഫ് എനി ക്യാരക്ടർ ഈസ് ജീൻസ് ഇല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ജീൻസിൻ്റെ വേരിയേഷൻസ് വരുന്നത് എങ്ങനെയാണ്? ഓരോ ആനിമൽസും പ്ലാന്റ്സും അതിൻ്റെ അഡാപ്റ്റബിലിറ്റിയും കൂടെ വെച്ചിട്ടാണ് അവർക്കത് ഓരോ മോഡിഫിക്കേഷൻസ്. ഇപ്പോൾ സപ്പോസ് വി ആർ കണ്ടിന്യൂസ്ലി യൂസിങ് ആൻറ്റിബയോട്ടിക്സ് ടു ക്യൂർ സം ഇൻഫെക്ഷൻസ്. അപ്പോൾ ആ സമയത്ത് എന്ത് പറ്റുമെന്ന് വെച്ചാൽ ദാറ്റ് ഓർഗാനിസം, ദാറ്റ് ഇസ് ബാക്ടീരിയ, എന്ത് ചെയ്യും? അത് റെസിസ്റ്റ് ചെയ്യാൻ തുടങ്ങും. ആദ്യം ഒരു സെറ്റ് അതങ്ങ് ചത്തുപോകും. ദെൻ ഇറ്റ് റെസിസ്റ്റ് and it is slowly getting point mutations or generally mutations, and as a result that microorganism get resistance power to face that antibiotic environment. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ എന്ത് പറ്റും? നമുക്ക് അടുത്ത തവണ നമുക്ക് ഈ അസുഖം വരുന്ന സമയത്ത് നമ്മളതിൽ കൂടുതൽ കപ്പാസിറ്റിയുള്ള പവർഫുൾ ആൻറ്റിബയോട്ടിക്സ് യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ആ സമയത്ത് എന്താ സംഭവിക്കുന്നത്? ഇറ്റ് ഈസ് ഡെവലപ്പിംഗ് ദാറ്റ് റെസിസ്റ്റൻസ് പവർ ബൈ മോഡിഫൈയിങ് ഇറ്റ്സ് ഓൺ ജീൻസ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അങ്ങനെയാണ് ലോകത്തിൽ ഇന്ന് കാണുന്ന ഇത്തരത്തിലുള്ള വൈഡ് വെറൈറ്റീസ് ഓഫ് പിന്നെ ഓർഗാനിസംസ് ഡെവലപ്പ് ചെയ്തു വന്നത്. ദാറ്റ് ഈസ് ജനറ്റിക് ഡൈവേഴ്സിറ്റി. സോ ഡെഫിനേഷൻ ശ്രദ്ധിക്കുക. Genetic diversity is a diversity or variation of genes within and between species. ഓക്കെ, അപ്പോൾ അതിനെയാണ് നമ്മൾ ഒരു ഓർഗാനിസത്തിൻ്റെ തന്നെ ജീൻസും അല്ലെങ്കിൽ അതിൻ്റെ നിയർബൈ ജീൻസും തമ്മിൽ സ്പീഷീസിലുമുള്ള ജനറ്റിക് വേരിയേഷൻസ് വഴിയാണ് ജനറ്റിക് ഡൈവേഴ്സിറ്റി വരുന്നത്. അപ്പോൾ നമ്മൾ ഇതിൽ ഡെഫിനിഷൻ അല്ല പോയിൻറ്റ്സ് നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ പോയിൻറ്റ്സ് എല്ലാം നിങ്ങൾ അതിൻ്റെ ആൻസറിൽ എഴുതേണ്ടതാണ്. ദാറ്റ് ഈസ് ജനറ്റിക് ഡൈവേഴ്സിറ്റി ഡിസ്ക്രൈബ്സ് ഹൗ ക്ലോസ്ലി റിലേറ്റഡ് the members of one species are in a given ecosystem. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സപ്പോസ് വി ആർ തിങ്കിങ് അബൌട്ട് സം കോക്കനട്ട് ട്രീസ്. കോക്കനട്ട് ട്രീ നോക്കുവാണെങ്കിൽ ഒരു ഏരിയയിൽ തന്നെയുള്ള എത്രയോ തരം കോക്കനട്ട് ട്രീസ് വരുന്നുണ്ടാവും ഇല്ലേ? പക്ഷേ ഹൗ വി ക്യാൻ ഡിസ്റ്റിങ്വിഷ് എമംഗ് ദീസ് കോക്കനട്ട് ട്രീസ്, എമംഗ് ദം ഇൻ ദീസ് കോക്കനട്ട് ട്രീസ്, ദാറ്റ് ഈസ് ഹൈറ്റ് കൂടിയത്, കുറഞ്ഞത്. പിന്നെ ഇപ്പോഴാണെങ്കിൽ ഇങ്ങനെ തെങ്ങ് കയറ്റക്കാരെയൊക്കെ കുറഞ്ഞു പോയതുകൊണ്ട് കൈകൊണ്ട് ഇങ്ങനെ തേങ്ങ പറിക്കാൻ പറ്റുന്നത് വരെയുണ്ട് ഇല്ലേ? സോ ദാറ്റ് ഈസ് ജനറ്റിക് ഡൈവേഴ്സിറ്റി ഡിസ്കസ് ഹൗ ക്ലോസ്ലി ഇതിലുള്ള ഒരു സ്പീഷീസിൻ്റെ ജീൻസ് നോക്കുകയാണെങ്കിൽ ദാറ്റ് വിൽ ബി ക്ലോസ്ലി റിലേറ്റഡ്. ഇൻ സിമ്പിൾ ടേംസ്, ഇഫ് ഓൾ മെമ്പേഴ്സ് ഹാവ് മെനി സിമിലർ ജീൻസ് ദ സ്പീഷീസ് ഹാവ് ലോ ജനറ്റിക് ഡൈവേഴ്സിറ്റി. അപ്പോൾ ഒരു സ്പീഷീസിൽ കുഞ്ഞു ഡിഫറൻസസ് കൊണ്ടാണ് അതിൻ്റെ സബ് സ്പീഷീസുകൾ വരുന്നതെങ്കിൽ നമുക്ക് ജനറ്റിക് ഡൈവേഴ്സിറ്റി കൂടുതലുണ്ടെന്ന് പറയാൻ പറ്റില്ല. ബിക്കോസ് 99% ഓഫ് ദെയർ ജീൻസ് ആർ വിത്ത് സിമിലർ കണ്ടീഷൻസ് ഓർ ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പോൾ അതിനെ നമ്മൾ ജനറ്റിക് ഡൈവേഴ്സിറ്റി എന്ന് പറയാൻ പറ്റില്ല. ബിക്കോസ് ഓഫ് ദെയർ സ്മോൾ പോപ്പുലേഷൻസ് that species may have low genetic diversity due to inbreeding. അപ്പോൾ അതിനകത്ത് തന്നെ ഇപ്പോൾ നമ്മൾ റിലേറ്റീവ്സ് മാരേജ് ഒഴിവാക്കണമെന്ന് പറയുന്നത് കൊണ്ടാണ് നമ്മുടെ ക്യാരക്ടേഴ്സ് സപ്രസ് ചെയ്തു പോവുകയും ഇതിനകത്തുള്ള ജനറ്റിക്കലി ട്രാൻസ്മിറ്റിംഗ് ഡിസീസസ് ഏതെങ്കിലുമൊക്കെ പുറത്തു വരികയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ക്ലോസ്ലി റിലേറ്റഡ് ആയിട്ടുള്ള സ്പീഷീസുകൾ തമ്മിൽ വരുമ്പോഴും അതേ ഇൻബ്രീഡിങ് വരുമ്പോഴും അതേ പ്രശ്നമാണ് വരുന്നത്. സോ ദിസ് ക്യാൻ pose a threat to the population if it leads to inheritance of undesirable traits. അതാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് താല്പര്യമില്ലാത്ത ട്രേറ്റുകൾ അത് സംടൈംസ് ഇറ്റ് ഈസ് സസെപ്റ്റിബിലിറ്റി ഉണ്ടാക്കും. അതായത് ചെറിയൊരു ഇപ്പോൾ പ്ലാന്റ്സിൻ്റെ കാര്യത്തിൽ പറഞ്ഞാൽ ചെറിയൊരു വെയിലടിച്ചാൽ തന്നെ വാടിപ്പോവുക, ഡ്രൗട്ട് റെസിസ്റ്റൻസ് കുറഞ്ഞു പോവുക, ഡിസീസ് റെസിസ്റ്റൻസ് കുറഞ്ഞു പോവുക, അങ്ങനെയുള്ള അൺഡിസൈറബിൾ ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ഇതിലേക്ക് വരാൻ റെസസീവ് ആവാൻ തുടങ്ങും. അത് ജനറ്റിക്സ് നിങ്ങൾ കൂടുതൽ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അങ്ങനെയുള്ള ഇതുമായിട്ട് ബന്ധപ്പെട്ട പോയിൻറ്റ്സാണ് ഈ എഴുതിയേക്കുന്നത് കേട്ടോ. ഹാവിങ് എ ഹൈ ജനറ്റിക് ഡൈവേഴ്സിറ്റി ഹെൽപ്പ് സ്പീഷീസ് അഡാപ്റ്റ് ടു ചേഞ്ചിങ് എൻവയോൺമെൻറ്റ്സ്. അപ്പോൾ കൂടുതൽ ഇങ്ങനെയുള്ള മിക്സിങ് വന്ന് ജനറ്റിക് ഡൈവേഴ്സിറ്റി കൂടി വരുവാണെങ്കിൽ, അല്ല അതിൽ കൂടെ റെയറായിട്ട് സം ലിതാലിറ്റി ഉള്ള ജീൻസും വരാം. എങ്കിലും മോർ ഓർ ലെസ് മോസ്റ്റ് ഓഫ് ദ ടൈം വി ക്യാൻ സീ ദ സ്പീഷീസ് ഇസ് ഗെറ്റിംഗ് സം മോഡിഫിക്കേഷൻസ് ഡ്യൂ ടു ദ മിക്സിങ് അപ്പ് ഓഫ് ക്യാരക്ടറിസ്റ്റിക്സ്. ദാറ്റ് ഇസ് ക്രോസ് പോളിനേഷൻ അല്ലേ പ്ലാന്റ്സ്. അതുകൊണ്ടാണ് ക്രോസ് പോളിനേഷൻ പ്രിഫർ ചെയ്യാൻ വേണ്ടിയിട്ട് പല മെത്തേഡ്സും ചെയ്യുന്നത്. അതായത്
പിന്നെ ക്രോസ് പോളിനേഷൻ എപ്പോഴും നേച്ചർ പ്രിഫർ ചെയ്യുന്നതിനും റീസൺ അതാണ്. സോ ജനറ്റിക് ഡൈവേഴ്സിറ്റി എനേബിൾസ് ഓർഗാനിസംസ് ടു അഡാപ്റ്റ് ദംസെൽവ്സ് ടു ദെയർ എൻവയോൺമെൻറ്റ്. അപ്പോൾ ഇതിൽ തന്നെ ഇതാ ഞാനൊരു ഫിഗർ ഇട്ടിട്ടുണ്ട്, ഉണ്ടോ? കണ്ട ഭയങ്കര ഭംഗിയുള്ളൊരു ഫിഗറാണ്. യു ക്യാൻ സീ ഡിഫറെൻറ്റ് സീഡ്സ്. അപ്പോൾ സീഡ്സ് നമുക്ക് ചില സീഡ്സൊക്കെ നിങ്ങൾക്ക് അറിയാമെന്നുള്ളതാണ്. ഇതിനകത്ത് ആഷ് കളറിൽ കാണിച്ചിരിക്കുന്നത് സൂര്യകാന്തിയുടെ വിത്താണ്. സോ സം സീഡ്സ് ആർ ഫ്രം മോണോക്കോട്ട്സ്, സം സീഡ്സ് ആർ ഫ്രം ഡൈക്കോട്ട്സ് ആൻഡ് വിത്ത് ഡിഫറെൻറ്റ് കളേഴ്സ് ആൻഡ് പ്രോട്ടീൻ കണ്ടൻറ്റ് ആൻഡ് ഓയിൽ കണ്ടൻറ്റ്, ഫാറ്റ് കണ്ടൻറ്റ്, ഓൾ ദീസ് ആർ ഡിഫറെൻറ്റ് ഇൻ ദിസ് എന്താണ് പൾസസ്. അപ്പോൾ ഈ സീഡ് എന്ന് പറയുന്ന ജനറൽ ക്യാരക്ടേഴ്സിൽ വി ക്യാൻ സീ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എന്താണ് വേരിയേഷൻ. സോ ദിസ് ഇസ് ആസ് എ റിസൾട്ട് ഓഫ് ദിസ് ജനറ്റിക് ഡൈവേഴ്സിറ്റി. ജനറ്റിക് ഡൈവേഴ്സിറ്റി മനസ്സിലായോ? ജീൻസിൻ്റെ വ്യത്യാസം, അതിൻ്റെ ഡൈവേഴ്സിറ്റിയാണ് നമ്മൾ ജനറ്റിക് ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് വി ക്യാൻ സീ സ്പീഷീസ് ഡൈവേഴ്സിറ്റി. ഓക്കെ, species diversity. Here, species diversity, it is the diversity or variability of the species of a community or region. It is the diversity of variability of the species of a community. അപ്പോൾ ഈ ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നുണ്ടല്ലോ, ദീസ് ഫിഗർ. അതിൽ ഒരുപാട് കാര്യങ്ങൾ കാണിച്ചിട്ടുണ്ട്. സം the wild animals, some plants, then millipedes, centipedes, some molluscans, plants, insectivorous plants. All actually these are the species diversity which we can see in a forest ecosystem. ഒരു ഫോറസ്റ്റ് ഇക്കോസിസ്റ്റത്തിൽ വരുന്ന ജീവികളെയാണ് ഇതിപ്പോൾ കാണിച്ചിരിക്കുന്നത്. സോ this is an example. Every ecosystem contains a unique collection of species all interacting with each other. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻട്രാക്ട് ചെയ്യുന്നുണ്ട്. That is, these all species are part of the food web or food chain. Species diversity varies greatly between ecosystem. ഓരോ ഇക്കോസിസ്റ്റം മാറുന്നതനുസരിച്ച്, ഇപ്പോൾ സപ്പോസ് വി ആർ ടേക്കിംഗ് ഓഷ്യൻ ഇക്കോസിസ്റ്റം. ഓഷ്യൻ ഇക്കോസിസ്റ്റത്തിൽ നോക്കിക്കഴിഞ്ഞാൽ വി ക്യാൻ സീ പ്ലെൻറ്റി ഓഫ് ആൽഗെ, ഫഞ്ചെ, പിന്നെന്താണ് വെജിറ്റേറിയൻ ഫിഷസ് ഉണ്ട്, പിന്നെ അതായത് കാർണിവോറസ് ഫിഷസ് ഉണ്ട്, അല്ലാതെ ഹെർബിയോറസ് ഫിഷ്, ഹെർബിയോസ് ഉണ്ട്, ദെൻ സം മാമൽസ് ഉണ്ട്, വെയിലുണ്ട്, അല്ലേ? അപ്പോൾ ഒരുപാട് we can see according to different ecosystems, the species and the uniqueness of that species may get variations. അപ്പോൾ every ecosystem contains a unique collection of species all interacting with each other. ഒന്ന് prey ആവും, ഒന്ന് predator ആവും, ഒന്ന് decomposer ആവും. മനസ്സിലാവുന്നുണ്ടോ? So species diversity varies greatly between ecosystems. Species differ from each other and they do not interbreed. അപ്പോൾ സ്പീഷീസുകൾ തമ്മിൽ ഡിഫറൻസ് ഉണ്ടെങ്കിൽ അതിന് ഇൻ്റർബ്രീഡ് ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. പക്ഷേ ഞാൻ നെക്സ്റ്റ് ഫിഗർ ഒന്ന് കാണിക്കുകയാണ്. ഹിയർ അതിന് നേരെ ഓപ്പോസിറ്റ് ഒരു സെൻറ്റൻസ് എഴുതിയിരിക്കണം. ക്ലോസ്ലി റിലേറ്റഡ് സ്പീഷീസ് വിൽ ഹാവ് സെവറൽ ജീൻസ് ഇൻ കോമൺ ആൻഡ് സച്ച് സ്പീഷീസ് ഷോ എ ടെൻഡൻസി ടു ഇൻ്റർബ്രീഡ്. ഇപ്പോൾ ഇത് രണ്ട് ഫോട്ടോ ഞാനിവിടെ കാണിച്ചിട്ടുണ്ട്, കണ്ടോ? വൺ ഈസ് കുറേ ഫംഗസിൻ്റെയാണ്, എക്സാമ്പിൾ മഷ്റൂംസ്, അല്ലെങ്കിൽ കുറച്ച് വലിയ പോളിപോറസ് എന്നൊക്കെ പറയുന്നതിൻ്റെ ഫിഗറാണ്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം. ആൻഡ് ദ നെക്സ്റ്റ് ഫോട്ടോഗ്രാഫ് എക്സ്പ്ലെയിൻസ് ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് ഫ്രോഗ്സ്. സം ഫ്രോഗ്സ് ആർ ഗ്രീൻ കളറൊക്കെ എന്ന് വെച്ചാൽ ട്രീ ഫ്രോഗാണ്, ഓറഞ്ച് കളർ ട്രീ ഫ്രോഗാണ്. മോസ്റ്റ് ഓഫ് ദം ആർ ലിവിങ് ഇൻ ദ ഫോറസ്റ്റ് ഇക്കോസിസ്റ്റം. പക്ഷേ ഇതിൽ ഈ രണ്ട് കേസിൽ നോക്കിക്കഴിഞ്ഞാൽ വി ക്യാൻ സീ സോ മെനി ക്ലോസ്ലി, വെരി ക്ലോസ്ലി റിലേറ്റഡ് ജീൻസ് ആർ ദെയർ. സോ ദർ ഇസ് എ ചാൻസ് ഓഫ് എ ടെൻഡൻസി ടു ഇൻ്റർബ്രീഡ്. മനസ്സിലായോ? അപ്പോൾ ഇതിനകത്ത് ഈ ഫ്രോഗുകൾ തമ്മിൽ ഏതെങ്കിലും കണ്ടീഷനിൽ നമുക്ക് ഇൻ്റർബ്രീഡിങ് നാച്ചുറലി സംഭവിക്കുന്നതായിട്ട് കാണാം. ആൻഡ് that may leads to the production of one more variety of frog. അതുപോലെ പ്ലാന്റ്സിൽ സംഭവിക്കാം. വലിയ ആനിമൽസിൻ്റെ എക്സാമ്പിൾ അറിയാം, നിങ്ങൾ കോവർ കഴുതാന്ന് കേട്ടിട്ടില്ലേ? ദാറ്റ് ഈസ് എ ക്രോസ് ബിറ്റ്വീൻ ദ ഡോങ്കി ആൻഡ് ദ ഹോഴ്സ്. ഓക്കെ, അപ്പോൾ അതിലെന്തുകൊണ്ടാണ് വൈ ഇറ്റ് ഇസ് പിന്നെന്താണ് ജനറ്റിക്സിൽ നിങ്ങളിനി അതിനെപ്പറ്റി പഠിക്കും. അതിൻ്റെ നെക്സ്റ്റ് ജനറേഷനിൽ എത്രത്തോളം ഫെർട്ടിലിറ്റി വരുന്നു അതെല്ലാം നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് പറയുന്നത്. എങ്കിലും രണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള സെൻറ്റൻസസ് വന്നതുകൊണ്ടാണ് ഞാൻ ഈ ഫോട്ടോ ഇങ്ങോട്ട് ഇട്ടത്. ദാറ്റ് ഈസ് നമ്മൾ നേരത്തെ കണ്ടതിൽ പറഞ്ഞു സ്പീഷീസ് ഡിഫർ ഫ്രം ഈച്ച് അതർ ആൻഡ് ദേ ഡു നോട്ട് ഇൻ്റർബ്രീഡ്. അതൊരു വൈഡ് വെറൈറ്റി ഓൾ ഡിഫറൻസ് വരുമ്പോഴാണ് അങ്ങനെ സംഭവിക്കുന്നത്.
പക്ഷേ അതിൽ തന്നെ ക്ലോസ്ലി റിലേറ്റഡ് സ്പീഷീസ് വിൽ ഹാവ് സെവറൽ ജീൻസ് in common and such species show a tendency to interbreed. Clear? Next, species diversity മാത്രം 2 മാർക്സിന് ഒക്കെ ചോദിക്കാനൊരു സാധ്യതയുണ്ട് കേട്ടോ. അതിൽ കുറേ പോയിൻറ്റ്സ് നമുക്ക് പറയാനുണ്ട്. ദാറ്റ് ഈസ് നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്ന 2 ടേംസ് ആണ്. ദാറ്റ് ഈസ് സ്പീഷീസ് റിച്ച്നെസ് ആൻഡ് സ്പീഷീസ് ഈവൻനെസ്. എന്താണ്? സ്പീഷീസ് റിച്ച്നെസ് ആൻഡ് സ്പീഷീസ് ഈവൻനെസ്. So, species diversity related to 2 factors. What are they? Species richness and species evenness. ഇത് 1 മാർക്കിനും 2 മാർക്സിനും ഒക്കെ ചോദിക്കുന്നതാണ്. രണ്ടും കൂടെ ഡിഫറൻസ് ചോദിക്കുന്നതാണ്. ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ സ്പീഷീസ് റിച്ച്നെസ് ആൻഡ് സ്പീഷീസ് ഈവൻനെസ് എന്ന് ചോദിക്കാറുണ്ട്. അതുകൊണ്ട് അത് കൂടുതൽ ശ്രദ്ധിക്കുക. അപ്പോൾ അത് ഓരോന്ന് എന്താണെന്ന് നോക്കാം. സോ ദ സ്പീഷീസ് റിച്ച്നെസ് ഓർ സ്പീഷീസ് അബണ്ടൻസ്, അതിനൊരു വേറെയും കൂടെ ഉണ്ട്. ദാറ്റ് ഈസ് സ്പീഷീസ് അബണ്ടൻസ് is the number of different species present in an ecosystem or a country, community. Species richness or species abundance is the number of different species present in an ecosystem or a community. ഒരു കമ്മ്യൂണിറ്റിയിൽ കാണുന്ന ഡിഫറെൻ്റ് ആയിട്ടുള്ള എത്രത്തോളം ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്ലാന്റ്സും ആനിമൽസും എന്തൊക്കെ ഉണ്ടോ അതിനെ എല്ലാത്തിനെയും കൂടെ ചേർത്ത് നമ്മൾ റിച്ച് എന്ന് പറയും. ദാറ്റ് ഈസ് സ്പീഷീസ് റിച്ച്നെസ് ഓർ സ്പീഷീസ് അബണ്ടൻസ് എന്ന് പറയും. എൻവയോൺമെൻറ്റ്സ് ദാറ്റ് ക്യാൻ സപ്പോർട്ട് ലാർജ് നമ്പേഴ്സ് ഓഫ് സ്പീഷീസ് സച്ച് ആസ് ട്രോപ്പിക്കൽ ഏരിയാസ് ടെൻഡ് ടു ഹാവ് ഗ്രേറ്റർ സ്പീഷീസ് റിച്ച്നെസ്. അപ്പോൾ നമ്മൾ ഈ ട്രോപ്പിക്കൽ കൺട്രീസ് അല്ലെങ്കിൽ മീസോഫൈറ്റിക് അഡാപ്റ്റേഷൻസ് കൂടുതൽ കാണിക്കും. മീസോഫൈറ്റിക് ക്ലൈമാറ്റിക് കണ്ടീഷൻസ് നമുക്കറിയാം, ഇഷ്ടം പോലെ നമുക്ക് തന്നെ അറിയില്ല, ഒരു മഴ വന്നു കഴിഞ്ഞാൽ എന്തുമാത്രം ചെടികളാണ് മുളച്ച് വരുന്നത്. മനസ്സിലായോ? സോ നോർമലി ദിസ് ട്രോപ്പിക്കൽ ഏരിയാസ് ആർ എന്താണ് എൻവയോൺമെൻറ്റൽ കണ്ടീഷൻസ് ആർ ഫേവറബിൾ ഫോർ ദ ഗ്രോത്ത് ഓഫ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ആൻഡ് ആൾസോ മൈക്രോ ഓർഗാനിസംസ്. സോ അതിനെ നമുക്ക് അവിടെയെല്ലാം നമുക്ക് വി ക്യാൻ സീ ദിസ് സ്പീഷീസ് റിച്ച്നെസ് ഓർ സ്പീഷീസ് അബണ്ടൻസ്. ആ സെൻറ്റൻസ് ആണ് അതിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ഈസ് ദ നമ്പർ ഓഫ് ഡിഫറെൻറ്റ് സ്പീഷീസ് പ്രസൻറ്റ് ഇൻ ആൻ ഇക്കോസിസ്റ്റം ഓർ ദ കമ്മ്യൂണിറ്റി. ഓക്കെ, സ്പീഷീസ് റിച്ച്നെസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്പീഷീസ് ഡൈവേഴ്സിറ്റി. അപ്പോൾ സ്പീഷീസ് ഡൈവേഴ്സിറ്റി കൂടുന്നതനുസരിച്ച് നോർമലി എന്ത് സംഭവിക്കുന്നു? സ്പീഷീസ് റിച്ച്നെസ്സും ഡയറക്റ്റായിട്ട് കൂടിക്കൊണ്ടിരിക്കും. ഓക്കെ, ഇനി ഈവൻനെസ് വരുമ്പോഴാണ് നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരുന്നത്. വാട്ട് ഈസ് ദിസ്? സ്പീഷീസ് ഈവൻനെസ് ഓർ സ്പീഷീസ് ഇക്വിറ്റബിലിറ്റി എന്ന് പറയുന്നത് ഈസ് ദ ഇക്വിറ്റബിലിറ്റി ഓർ യൂണിഫോമിറ്റി ഇൻ ദ നമ്പർ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദ നമ്പേഴ്സ് ഓഫ് ഡിഫറെൻറ്റ് സ്പീഷീസ്. മനസ്സിലായോ? അപ്പോൾ ഒരു ഏരിയയിൽ നമ്മളിപ്പോൾ ഒരു പർട്ടിക്കുലർ ഏരിയ നോക്കുന്നു, ഒരു തെങ്ങിൻ തോപ്പാണ്, തെങ്ങിൻ്റെ എണ്ണം വളരെ കൂടുതലാണ്, അവിടെ 2 മാവേ ഉള്ളൂ എന്ന് പറയുമ്പം സ്പീഷീസ് റിച്ച്നെസ് ഉണ്ട്. ബിക്കോസ് 2 ട്രീ സ്പീഷീസ് ആർ ദയർ. പക്ഷേ നമ്പർ എടുക്കുമ്പോൾ ഒരുപോലെയാണോ? കോക്കനട്ട് ട്രീ ഈസ് മോർ അബണ്ടൻറ്റ്. സോ ദർ ഇസ് നോ സ്പീഷീസ് ഈവൻനെസ് എന്നാണ്. അപ്പോൾ ഏകദേശം ഈക്വലായിട്ട് വരുവാണെങ്കിൽ, നമ്പർ വരുവാണെങ്കിൽ, ഇപ്പോൾ 2 തെങ്ങ്, 2 മാവ്, 2 പ്ലാവ്, അങ്ങനെ പോവുകയാണെങ്കിൽ ദർ വി ക്യാൻ സീ സ്പീഷീസ് ഈവൻനെസ്. അപ്പോൾ ഇത് പറയുമ്പോൾ സിമ്പിൾ അല്ല. സപ്പോസ് വി ആർ ഗോയിങ് ടു സ്റ്റഡി ദ സ്പീഷീസ് ഡൈവേഴ്സിറ്റി റേഷ്യോ ആൻഡ് സ്പീഷീസ് ഈവൻനെസ് റേഷ്യോ ഇൻ എ ഫോറസ്റ്റ്. തിങ്ക് അബൌട്ട് ദ tedious വർക്ക്. മനസ്സിലാവുന്നുണ്ടോ? സോ ഇറ്റ് റെപ്രസെൻറ്റ്സ് the ratio or proportion between the different or functional groups of the community or region. അതാണ് ഇത് തമ്മിലുള്ള കമ്പാരിസനാണ് അവിടെ ഈവൻനെസ്സിലേക്ക് വരുന്നത്. അപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ദാറ്റ് ഈസ് ഹിയർ വി ക്യാൻ സീ 2 communities. There is a diagrammatic representation which explains 2 communities, community 1 and 2. Community 1, നിങ്ങൾ ആ റെപ്രസെൻറ്റേഷൻസ് ഒന്ന് നോക്കിക്കോ. Community 1 ഹിയർ ലോവർ പാർട്ടിൽ എഴുതിയിട്ടുണ്ട്. ദാറ്റ് ഈസ് വെൻ 4 types of trees are there and 4 types of trees are ഈക്വൽ പ്രൊപ്പോർഷനിലാണ് കമ്മ്യൂണിറ്റി 1-ലുള്ളത്. ബട്ട് ഇൻ കമ്മ്യൂണിറ്റി 2 it is not even. മനസ്സിലായോ? ഫസ്റ്റ് വൺ 6%, സെക്കൻഡ് വൺ 12%, 70%, 12%. സോ കമ്മ്യൂണിറ്റി 1 and community 1 and community 2 has the same species richness. എന്ന് പറഞ്ഞാൽ 4 കമ്മ്യൂണിറ്റിയിലും ഈ 4 തരം മരങ്ങളുമുണ്ട്. ബട്ട് ദേ ഹാവ് ഡിഫറെൻറ്റ് സ്പീഷീസ് ഈവൻനെസ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മളിതിൽ ശ്രദ്ധിക്കാനുള്ളത്. ഓക്കെ, സോ നെക്സ്റ്റ് എന്ന് പറയണത്
കമ്മ്യൂണിറ്റി ഡൈവേഴ്സിറ്റി ആൻഡ് ഇക്കോസിസ്റ്റം ഡൈവേഴ്സിറ്റി, ഇത് നമുക്ക് ഒരുമിച്ച് അങ്ങ് പറയുന്നതാണ് എപ്പോഴും നല്ലത്. ഇനി നിങ്ങൾക്ക് ഞാൻ പറയാതെ തന്നെ കാര്യം മനസ്സിലാവും. ഈ ജനറ്റിക് ഡൈവേഴ്സിറ്റി ആൻഡ് സ്പീഷീസ് ഡൈവേഴ്സിറ്റി, ഇതിലാണ് കുറച്ച് കൂടുതൽ നമുക്ക് കാര്യങ്ങൾ പറയാനുള്ളത്. സോ കമ്മ്യൂണിറ്റി ഡൈവേഴ്സിറ്റി ആൻഡ് ഇക്കോസിസ്റ്റം ഡൈവേഴ്സിറ്റി, ദാറ്റ് ഈസ് അതിന് മെയിനായിട്ട് ഒരുമിച്ച് പറയുന്ന കാര്യം എന്താണ്? കമ്മ്യൂണിറ്റി ഈസ് ദ പാർട്ട് ഓഫ് ഇക്കോസിസ്റ്റം അല്ലേ? അതിനകത്ത് വരുന്നതാണ്, അത് വരുന്നത് കൊണ്ടാണ് നമുക്കിത് ഒരുമിച്ച് പഠിച്ചാലും മതി. സോ ഇറ്റ് ഈസ് ദ ഡൈവേഴ്സിറ്റി ഇൻ ദ കമ്പോസിഷൻ ഓഫ് കമ്മ്യൂണിറ്റീസ് ആൻഡ് ഇക്കോസിസ്റ്റംസ്. എത്രത്തോളം ഒരു ഏരിയയിൽ എത്ര തരം കമ്മ്യൂണിറ്റി ഉണ്ട്, എത്ര തരം ഇക്കോസിസ്റ്റം ഉണ്ട്, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കമ്മ്യൂണിറ്റി ഡൈവേഴ്സിറ്റി ആൻഡ് ഇക്കോസിസ്റ്റം ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. ഇറ്റ് റെപ്രസെൻറ്റ്സ് the variability in the continental or global distribution of communities or ecosystem types. ഇതിനകത്തൊരു സാധനം കിടപ്പുണ്ട്. മൂന്നാമത്തെ പോയിൻ്റ് കണ്ടോ? The biodiversity or the species richness of a subset of a community is called point diversity. അതൊരു 1 മാർക്ക് ചോദ്യമാണ്. point diversity. സപ്പോസ് ഞാൻ അതിനൊരു ഉദാഹരണം വെച്ച് എക്സാമ്പിൾ വെച്ച് പറഞ്ഞുതരാം. സോ സപ്പോസ് ഇൻ ഇക്കോസിസ്റ്റം, ഫോർ എക്സാമ്പിൾ ഒരു ഫോറസ്റ്റ് ആണെന്ന് ഇരിക്കട്ടെ. So the forest is with a particular part is with a small salt lake. ഒരു സോൾട്ട് ലേക്ക് ഉണ്ട്. സോ എത്രയോ ആയിരക്കണക്കിന് വർഷങ്ങൾ എടുത്തിട്ട് ആ സോൾട്ട് ലേക്കിൽ വി ക്യാൻ നൗ സീ so many mangroves are growing. So mangrove is representing a subset of community. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ആ മാംഗ്രൂവ് മാത്രം എടുത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ആ മാംഗ്രൂവ് മാത്രമല്ല ആ സോൾട്ടി മീഡിയത്തിൽ വളരുന്നത്. യു ക്യാൻ സീ സം മാംഗ്രൂവ് അസോസിയേറ്റ്സ് ആർ ഓൾസോ ഗ്രോയിങ് അലോങ് വിത്ത് ദീസ് മാംഗ്രൂവ്സ്. എന്ന് പറഞ്ഞാൽ ശരിക്കുള്ള മാംഗ്രൂവ് അല്ല. മാംഗ്രൂവ് മീൻസ് ദേ ആർ ഏബിൾ ടു വിസ്റ്റാൻഡ് ഇൻ ദി ഹാലോഫൈറ്റിക് കണ്ടീഷൻസ്. അതിൻ്റെ കൂടെ വളരുന്ന കുറേ ജീവികളുണ്ട്. അതിൻ്റെ കൂടെ ജീവിക്കുന്ന കുറേ ആനിമൽസ് ഉണ്ടാവും. ഇല്ലെങ്കിൽ അതുള്ളത് കൊണ്ട് മാത്രം ചില ന്യൂട്രിയൻസ് കിട്ടിയിട്ട് ജീവിക്കുന്ന ചില ചെടികളുണ്ടാവും. ആൻഡ് ഓൾ ദീസ് ആർ കോൾഡ് ആസ് മാംഗ്രൂവ് അസോസിയേറ്റ്സ്. അപ്പോൾ അങ്ങനെയുള്ള ആ സ്പീഷീസ് റിച്ച്ഡ് ഏരിയയിൽ തന്നെ കമ്മ്യൂണിറ്റി ഡൈവേഴ്സിറ്റി ഈസ് ദെയർ. ബിക്കോസ് പലതരം കമ്മ്യൂണിറ്റി നമുക്ക് ആ ഇക്കോസിസ്റ്റത്തിൽ കാണാം. വലിയ ട്രീസിൻ്റെ ഒരു ഗ്രൂപ്പ്, സ്മോൾ ട്രീസിൻ്റെ ഒരു ഷ്രബ്സിൻ്റെ ഗ്രൂപ്പ്, പിന്നെ അല്ലെങ്കിൽ ഇൻസെക്ട്സിൻ്റെ ഒരു ഗ്രൂപ്പ്. ദീസ് ആർ ഓൾ കമ്മ്യൂണിറ്റി ലെവൽ അസസ്മെൻറ്റ്സ്. ഇതെല്ലാം കൂടെ ചേർന്ന് വി ക്യാൻ സീ ദാറ്റ് എക്കോസിസ്റ്റം. അതിൽ തന്നെ നമ്മളൊരു പെർട്ടിക്കുലർ സബ്സെറ്റ് മാത്രം നോക്കി, ദാറ്റ് ഇസ് മാംഗ്രൂവ്. ദെൻ സച്ച് അതിൽ ആ കമ്മ്യൂണിറ്റിയുടെ കൂടെ ജീവിക്കുന്ന കുറച്ച് ജീവികൾ വരുന്നു. മനസ്സിലാവുണ്ടോ? സോ ദ ബയോഡൈവേഴ്സിറ്റി ഓർ സ്പീഷീസ് റിച്ച്നെസ് ഓഫ് എ സബ്സെറ്റ്, ഹിയർ ദ സബ്സെറ്റ് ഇസ് ദിസ് ഹാലോഫൈറ്റ്സ്. ക്ലിയർ ആണോ? അപ്പോൾ സബ്സെറ്റ് ഓഫ് കമ്മ്യൂണിറ്റി ഇസ് കോൾഡ് പോയിൻ്റ് ഡൈവേഴ്സിറ്റി. അപ്പം നമ്മൾ ഈ പോയിൻ്റ് എന്ന് ചേർത്ത് പലപ്പോഴും പറയാറുണ്ട്. പോയിൻ്റ് മ്യൂട്ടേഷൻ എന്ന് പറയുന്ന ഒരു പിന്നെ എന്താണ്, ഡിപ്ലോയിഡ് സെറ്റ് ഓഫ് ക്രോമസോമിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് മാത്രം വരുന്ന ഒരു ചെറിയ വേരിയേഷനെയല്ലേ നമ്മൾ പോയിൻ്റ് മ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. ഹിയർ ഓൾസോ സെയിം മീനിങ്, ദാറ്റ് ഇസ് പോയിൻ്റ് ഡൈവേഴ്സിറ്റി. ക്ലിയർ ആണോ? പോയിൻ്റ് ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. ഓക്കെ, next slide. So this here we can see some ecosystem diversity examples are there. First figure നമുക്കറിയാം നല്ല thick forest ആണ്. It's an example of forest ecosystem. അതിൽ നോക്കിയാണ് വലിയ ട്രീസ് ഉണ്ട്, സബ് ട്രീസ്, ചെറിയ shrubs കാണുന്നുണ്ട്, ഹെർബേഷ്യസ് പ്ലാന്റ്സ് കാണുന്നുണ്ട്. ഇതിനെല്ലാം നമ്മളിങ്ങനെ ഈ ചെടികളെയൊക്കെ മാറ്റി നോക്കിയാൽ we can see enormous number of small animals are living there. And then അടുത്ത് ഗ്രാസ് ലാൻഡ് ഇക്കോസിസ്റ്റം, മൗണ്ടൻസ് കാണിച്ചിട്ടുണ്ട് കണ്ടോ. അപ്പോൾ ഇതിനകത്ത് ഇതെല്ലാം ഇനി ഫൈറ്റോ ജിയോഗ്രഫിയിൽ ഇത് ഞാൻ തന്നെ പഠിപ്പിക്കാനുള്ളതാണ്. വാട്ട് ആർ ദീസ് ടൈപ്സ്? സാവന്ന, ഗ്രാസ് ലാൻഡ് ഇക്കോസിസ്റ്റം, സോ ദിസ് അങ്ങനെയൊക്കെയുള്ള. പിന്നെ ഇടയ്ക്ക് ഇതിലേക്ക് ചെറിയ നോട്ടിഫിക്കേഷൻ കയറി വരുന്നതാണ് കേട്ടോ. അപ്പം അങ്ങനെയുള്ള ഇക്കോസിസ്റ്റം ഡൈവേഴ്സിറ്റികളെ നമുക്ക് കാണാൻ പറ്റും. അതിപ്പോൾ ഇത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, കാര്യം ഫൈറ്റോ ജിയോഗ്രഫിയിൽ ഞാൻ തന്നെ പഠിപ്പിക്കേണ്ടതാണ് കേട്ടോ. സോ ദിസ് ലാസ്റ്റ് വൺ, ദാറ്റ് ഈസ് ലാൻഡ്സ്കേപ്പ് ഡൈവേഴ്സിറ്റി. മനസ്സിലായോ? ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് എഴുതിയില്ലെങ്കിലും മാർക്ക് തരും, എങ്കിലും നമ്മൾ പഠിച്ചു വയ്ക്കുക. ലാൻഡ്സ്കേപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലാൻഡ്സ്കേപ്പ് ഇസ് ദ സ്ട്രെച്ച് ഓഫ് ലാൻഡ്
വിത്ത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലാൻഡ് ഫോംസ്, ഹാബിറ്റാറ്റ്സ് ആൻഡ് വെജിറ്റേഷൻ. ഇത്രയും പഠിച്ച കംപ്ലീറ്റ് കാര്യങ്ങളും ചേർത്താണ് ഒരു ലാൻഡ്സ്കേപ്പ് വരുന്നത്. ഇപ്പോൾ ഇതൊരു നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ലാൻഡ്സ്കേപ്പാണ്. ദാറ്റ് ഈസ്, ഈ ഫോട്ടോ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം. ഏറ്റവും ഫ്രണ്ടിലായിട്ട് കാണുന്നത് ഒരു ഗ്രാസ് ലാൻഡ് ആണ്, മഞ്ഞ പൂക്കളൊക്കെ വളർന്നു നിൽക്കുന്നുണ്ട്. അതിൻ്റെ അപ്പുറത്തോട്ടൊരു ഗ്രാസ് ലാൻഡ് കാണുന്നു. ഹിയർ ആൻഡ് ദെയർ വി ക്യാൻ സീ ഷോല ഫോറസ്റ്റ്. ഇടയ്ക്കിടയ്ക്ക് വരുന്ന പാച്ചുകളുണ്ട്, അതിനെയാണ് ചോല വനങ്ങളെന്ന് മലയാളത്തിൽ പറയുന്ന പോലെ ഷോല ഫോറസ്റ്റുകൾ കാണുന്നുണ്ട്. എല്ലാം കോണിഫറസ് ആണ്. ദൂരെ ഒരു മൗണ്ടൻ കാണുന്നുണ്ട്. ഇതിനിടയ്ക്കൊരു ഹാബിറ്റാറ്റ്, ഹ്യൂമൻ ഹാബിറ്റാറ്റ് സെൻറ്റർ കാണുന്നുണ്ട്. ചെറിയ ചെറിയ വീടുകളുണ്ട് കണ്ടോ. അങ്ങ് ദൂരെ സ്നോ ക്യാപ്ഡ് മൗണ്ടൻസും കാണുന്നു. സോ ഇറ്റ്സ് എ പെർഫെക്റ്റ് ലാൻഡ്സ്കേപ്പ് ഡൈവേഴ്സിറ്റി ആൻഡ് ദിസ് പെർട്ടിക്കുലർ ഫിഗർ ഷോസ് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ലാൻഡ്സ്കേപ്സ്. അപ്പോൾ ലാൻഡ്സ്കേപ്സ് വരുമ്പോൾ അതിനകത്ത് ഡിഫറെൻറ്റ്, ദാറ്റ് ഇസ് വാട്ട് ആൾ ദ ഇക്കോസിസ്റ്റംസ് ഏബിൾ ടു വിസ്റ്റാൻഡ് ഇൻ ദി ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ലാൻഡ്സ്കേപ്പ് ഈസ് ആൾസോ ഡ്വെല്ലിങ് എമംഗ് ദംസെൽസ്. മനസ്സിലായോ? അപ്പോൾ ഇപ്പോൾ നമ്മൾ പഠിച്ച, ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടുവന്ന ജനറ്റിക് ഡൈവേഴ്സിറ്റി, ദെൻ രണ്ടാമത് പറയുന്നത് സ്പീഷീസ് ഡൈവേഴ്സിറ്റി, പിന്നെ ഇക്കോസിസ്റ്റം ഡൈവേഴ്സിറ്റി, വാട്ട് എവർ ഇറ്റ് ഈസ്, ഓൾ ആർ കളക്റ്റീവ്ലി ഫോംസ് ദി ലാൻഡ്സ്കേപ്പ് ഡൈവേഴ്സിറ്റി. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അതുകൊണ്ടാണ് ഇതും കൂടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് പോകുന്നത്. ഓക്കെ, ഇത്രയും മനസ്സിലായല്ലോ. ഇറ്റ് കൺസിസ്റ്റ് ഓഫ്, ബിക്കോസ് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഡിഫറെൻറ്റ് ഇക്കോസിസ്റ്റംസ്. സോ ദിസ് പെർട്ടിക്കുലർ ഫിഗർ, ഇത് നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കുക. ഇത്രയേ ഉള്ളൂ ഇതിൽ സത്യത്തിൽ പഠിക്കാൻ. ഫസ്റ്റ് ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് എയിൽ, ദാറ്റ് ഈസ് ഇക്കോസിസ്റ്റം ഡൈവേഴ്സിറ്റി. ഇനി ഞാൻ പറയാതെ നിങ്ങൾക്ക് മനസ്സിലാവും. രണ്ടാമത് അതേ സ്ഥലത്ത് തന്നെയുള്ള ആ ഇക്കോസിസ്റ്റം ഡൈവേഴ്സിറ്റിയിൽ അതിൽ നോക്കിക്കഴിഞ്ഞാൽ ഓഷൻ കാണുന്നുണ്ട്. സോ ഇൻസൈഡ് ഓഷൻ വി ക്യാൻ സി ഓഷൻ ഇക്കോസിസ്റ്റം. അതിൻ്റെ തൊട്ട് മുമ്പിലായിട്ടൊരു ഗ്രാസ് ലാൻഡ് കാണുന്നുണ്ട്. ദെയർ വി ക്യാൻ സി ഗ്രാസ് ലാൻഡ് ഇക്കോസിസ്റ്റം. എന്നിട്ട് മൗണ്ടൻസ് കാണുന്നുണ്ട്, അതിനകത്ത് വേറെ തരം ഇക്കോസിസ്റ്റം. മൗണ്ടനും ലാൻഡിനും ഇടയിലായിട്ട് കുഞ്ഞു സ്ഥലത്ത് ഫോറസ്റ്റ് ഉണ്ടാവാം. അപ്പോൾ അതിൽ ഇക്കോസിസ്റ്റം ഡൈവേഴ്സിറ്റി അവിടെ വന്നില്ലേ. ദെൻ അതിനകത്ത് തന്നെയുള്ള സ്പീഷീസ് ഇക്കോസിറ്റിയുടെ ഒരു ഫിഗർ കാണിച്ചിരുന്നു. ഷുവർലി ഇറ്റ് ഈസ് എ ഫോറസ്റ്റ് ഇക്കോസിസ്റ്റം വിച്ച് ഈസ് പ്രസൻറ്റ് ഇൻ ദ ഫസ്റ്റ് ഏരിയ ഇറ്റ് സെൽഫ്. ഓക്കെ, അവിടെ നോക്കിക്കഴിഞ്ഞാൽ വി ക്യാൻ സി ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് പ്ലാന്റ്സ്, ആനിമൽസ്. പ്ലാന്റ്സിൽ തന്നെ ഗ്രാസ് ഉണ്ട്, ഷ്രബുണ്ട്, ഹേർബുണ്ട്. ആനിമൽസ് നോക്കിക്കഴിഞ്ഞാൽ വൈൽഡുണ്ട്. വളരെ ട്രീയിലൊക്കെ വയ്ക്കുന്ന അണ്ണാനെയൊക്കെ സ്കുരലിനെയൊക്കെ കാണിക്കുന്നുണ്ട് അല്ലേ. ഇനി ഈ ഫോറസ്റ്റ് ഇക്കോസിസ്റ്റത്തിൽ ഒരു ടൈപ്പ് സ്കുരലാണോ ഉള്ളത്? വി ക്യാൻ ഗെറ്റ് ജനറ്റിക് വേരിയേഷൻസ്, ദാറ്റ് ഇസ് ജീനിക് ഡൈവേഴ്സിറ്റി. അപ്പോൾ കണ്ടില്ലേ, ഈ DNA സ്ട്രക്ചറൊക്കെ കാണിച്ച് അതിനെ ഡയഗ്രാമാറ്റിക്കലി റെപ്രസെൻ്റ് ചെയ്തിരിക്കുകയാണ്. ഇതാണ് ലോകത്ത് നടക്കുന്ന ബയോഡൈവേഴ്സിറ്റി എന്ന് പറയും. ഇതെല്ലാം കൂടെ ചേർന്നിട്ട് എന്താവും? ലാൻഡ്സ്കേപ്പ് ഡൈവേഴ്സിറ്റി ആവും. ഓക്കെ, സോ ഇത്രയാണ് ഇന്ന് ഞാനൊരു കുഞ്ഞു പോർഷൻ എടുത്തോളൂ, കുറേ നേരം ആയി. പക്ഷേ ഇതിൽ ഉള്ള ക്വസ്റ്റ്യൻസും കൂടെ ഞാൻ ഇതിൽ ഒരു സ്ലൈഡിൽ ഇട്ടിട്ടുണ്ട്. 1 മാർക്കും 2 മാർക്കും ചോദിക്കുന്നതാണ്. വാട്ട് ഈസ് ബയോഡൈവേഴ്സിറ്റി? ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ സ്പീഷീസ് റിച്ച്നെസ് ആൻഡ് സ്പീഷീസ് ഈവൻനെസ്. ഇത് ഓരോന്നും 1 മാർക്ക് സെപ്പറേറ്റ് ചോദിക്കാം. വാട്ട് ഈസ് പോയിൻറ്റ് ഡൈവേഴ്സിറ്റി? 4 മാർക്കും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ, ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദ ടൈപ്സ് ഓഫ് ഡൈവേഴ്സിറ്റി. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യമായിട്ടൊരു പുതിയ മോഡൽ ക്ലാസ് എടുത്തു. അതിനെപ്പറ്റി നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? അതൊക്കെ എനിക്ക്, ഇതിപ്പോൾ ഞാൻ എന്തായാലും ഗൂഗിൾ ക്ലാസ് റൂം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ നമുക്കിപ്പോൾ 40 കുട്ടികൾ, 40 സ്റ്റുഡൻസ് ആർ ദെയർ, 36 മെമ്പേഴ്സ് അതിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. അതിൽ ഇടുന്നുണ്ട്. ആർക്കെങ്കിലും നെറ്റ് കണക്ഷൻ്റെ ഒരു പ്രോബ്ലം വരുവാണെങ്കിൽ യു ക്യാൻ ലെറ്റ് മീ നോ. പിന്നെ അത് നമുക്ക് ഇതിൻ്റെ ഒരു കോപ്പി ഞാൻ ടെലിഗ്രാമിൽ കൂടെ ഇട്ടേക്കാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത് ഞാൻ ഏതെങ്കിലും ഭാഗം മോഡിഫൈ ചെയ്യേണ്ടതുണ്ടോ എല്ലാം നിങ്ങൾക്ക് എനിക്ക് മെസ്സേജ് വഴി വളരെ ഫ്രീ ആയിട്ട് അറിയിക്കും. ഓക്കെ, താങ്ക് യു.